യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട അങ്ങാടിപ്പുറം സ്വദേശിനി കനകദുർഗ നൽകിയ ഹർജിയിൽ അനുകൂല വിധി. ഭർത്തൃവീട്ടിൽ പ്രവേശിക്കാനും കുട്ടികൾക്കൊപ്പം കഴിയാനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കനകദുർഗ കോടതിയെ സമീപിച്ചത്. ഗാർഹിക പീഡന നിയമപ്രകാരമാണ് പരാതി നൽകിയത്. പൂലാമന്തോൾ ഗ്രാമന്യായാലയമാണ് വിധി പറഞ്ഞത്. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിലായിരുന്നു ഭർത്തൃവീട്ടുകാർ. ഈ സാഹചര്യത്തിൽ ഭർത്താവിനും തനിക്കും കൗൺസിലിംഗ് നടത്തണമെന്നും കനകദുർഗ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ഹർജി പരിഗണിച്ചെങ്കിലും 1 മണിക്കൂറോളം വാദം കേട്ട ശേഷം വിധി പറച്ചിൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കനകദുർഗയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണിയും ഭർത്തൃമാതാവ് സുമതിയമ്മയും കോടതിയിൽ ഹാജരായിരുന്നു. കനകദുർഗയ്ക്ക് വേണ്ടി അഭിഭാഷകയാണ് ഹാജരായത്. ഭർത്തൃവീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കനകദുർഗ വനിതാ ഷെൽട്ടറിലാണ് താമസിച്ചിരുന്നത്. ജനുവരി 2-ന് പുലർച്ചെയാണ് കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ ദർശനം നടത്തിയത്. ശബരിമല ദർശനത്തിന് ശേഷം അങ്ങാടിപ്പുറത്തെ ഭർത്തൃവീട്ടിൽ കനകദുർഗയെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കനകദുർഗയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇതിനിടയിൽ കനകദുർഗയെ താമസിപ്പിച്ചിട്ടുള്ള സംരക്ഷണ കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർക്ക് കഴിഞ്ഞ ദിവസം ഭീഷണി കത്ത് ലഭിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കനകദുർഗയ്ക്കും ബിന്ദുവിനും എവിടെയും ഇരിക്കാം, നടക്കാം, എന്നാൽ വിധി ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് കത്തിലെ ഉള്ളടക്കം. കൈപ്പടയിൽ എഴുതിയ കത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിധി നടപ്പാക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കനകദുർഗയ്ക്ക് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ശബരിമല ദർശനത്തിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മർദ്ദനമേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കനകദുർഗയുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തി ഭർത്താവ് കൃഷ്ണനുണ്ണിയുമായി പോലീസ് സംസാരിച്ചെങ്കിലും കനകദുർഗയെ വീട്ടിൽ കയറ്റുന്നതിന് എതിരായിരുന്നു അദ്ദേഹം. ഇതേ തുടർന്നായിരുന്നു കനകദുർഗ കോടതിയെ സമീപിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ തനിക്ക് വീട്ടിൽ പ്രവേശിച്ച ഭർത്താവും കുട്ടികളുമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന കനകദുർഗയുടെ ആവശ്യത്തിൽ അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ അംഗം കെ മോഹൻകുമാറാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.